പരാശര മഹർഷി കഥ തുടർന്ന് പറയുകയാണ്. ശ്രീ പരാശര ഉവാച. ഇപ്രകാരം ദേവദേവനായ വിഷ്ണുവിനാൽ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ആ ദേവന്മാർ അസുരന്മാരെ ചെന്നു കണ്ട് സന്ധി ചെയ്ത് അമൃതിൻ്റെ പ്രാപ്തിക്കായി യത്നിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അവരോട്, ഞാൻ എൻ്റെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ സന്ധി ചെയ്യുക അസുരന്മാരുമായിട്ട്, എന്നിട്ട് പാൽക്കടലിൽ കടയുക, അതിൽ നിന്നും കിട്ടുന്ന അമൃത് ഭക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ തേജസ് ഇല്ലാതെ പോയ തേജസ് മുഴുവൻ തിരിച്ചു വരും, അത് അസുരന്മാർക്ക് ലഭിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അസുരന്മാരെയൊക്കെ ചെന്ന് കണ്ട് സന്ധ്യയൊക്കെ ചെയ്ത് ഇപ്രകാരം ഓഫറൊക്കെ വെച്ച് ഈ പാൽക്കടലിന് അമൃതിൻ്റെ പ്രാപ്തിക്കായിട്ടുള്ള പരിശ്രമം ചെയ്യാൻ തുടങ്ങി. അല്ലയോ മൈത്രേയ, ദേവന്മാർ, ദൈത്യന്മാർ, ദാനവന്മാർ എന്നിവർ നാനാ ഓഷധികൾ ശേഖരിച്ച് ശരത്കാലത്തെ ആകാശം പോലെയുള്ള ആ പാൽക്കടലിൽ നിക്ഷേപിച്ചിട്ട് മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി അമൃതിനെ ലഭിക്കാനായി വേഗത്തിൽ മഥനം ചെയ്യാൻ ആരംഭിച്ചു. ഭഗവാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തു. ഇപ്പം മന്ദരപർവ്വതം, അതായത് ആ പാൽക്കടലിൽ ലോകത്തെല്ലാം ഉള്ള ഔഷധങ്ങളെ മുഴുവൻ ശേഖരിച്ചു ഇവർ രണ്ടുപേരും ചേർന്ന്. എന്നിട്ട് ആ പാൽക്കടലിലിട്ട് മന്ദരപർവ്വതത്തിനെ കടകോലാക്കി വാസുകിയെ കയറാക്കി മഥനം ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ കടയാൻ തുടങ്ങി. ആ കൃഷ്ണനാൽ വാസുകിയുടെ വാൽഭാഗത്ത് ദേവന്മാരെയും തലയ്ക്കൽ അസുരന്മാരെയും നിയോഗിക്കപ്പെട്ടു. അപ്പോൾ ഭഗവാൻ നിയോഗിച്ചു ഇവർ കടയാൻ ആരംഭിച്ചു. കടയുന്ന സമയത്ത് അസുരന്മാർ വാസുകിയുടെ തലഭാഗത്തും ദേവന്മാർ കടഭാഗത്തും വാൽഭാഗത്തും ആണ് നിന്ന് കടഞ്ഞത്. അങ്ങനെ ചെയ്യണമെന്നാണ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു അവരോട് പറഞ്ഞത്. അങ്ങനെ അവർ അത് ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. ആ അസുരന്മാർ ആ വാസുകിയുടെ മുഖത്തു നിന്നും വരുന്ന അഗ്നിസമാനമായ താപം കൊണ്ട് അപഹരിക്കപ്പെട്ട പ്രകാശത്താൽ അമിതൗജസ്സുകളായ ആ അസുരന്മാർ നിസ്തേജസ്സുകളായി തീർന്നു. അപ്പം ഇതിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസുകി എന്ന് പറയുന്നത് ഒരു സർപ്പരാജനാണ്. അപ്പോൾ ആ വാസുകി ഈ കടയുന്ന സമയത്ത് വാസുകിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ വാസുകി നിശ്വസിക്കുന്ന സമയത്ത് വാസുകിയുടെ നിശ്വാസം എന്ന് പറയുന്നത്, സർപ്പരാജനാണ്, സർപ്പത്തിൻ്റെ നിശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അഗ്നി സമാനമായിട്ടുള്ള താപത്തോടു കൂടിയതാണ്. ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടുള്ള നമ്മളുടെ എല്ലാവരുടെയും നിശ്വാസം എന്ന് പറയുന്നത് ചൂടാണ്. അപ്പോൾ മഹാസർപ്പം ആയിട്ടുള്ള വാസുകിയുടെ നിശ്വാസം എന്ന് പറയുന്നത് അഗ്നി സമാനമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ ആ ചൂടിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അസുരന്മാർ. അങ്ങനെയുള്ള അസുരന്മാർ അമിതൗജസ്സുകളായിട്ടുള്ള അസുരന്മാർ, അമിതമായിട്ടുള്ള തേജസ്സോട് കൂടിയിട്ടുള്ളവരാണ് അസുരന്മാർ. അസുരന്മാർ എന്ന് പറയുന്നത് ദേവന്മാരോടൊപ്പം തന്നെ തേജസ്വികളാണ്. അങ്ങനെ തേജസ്വികളായിട്ടുള്ള ആ അസുരന്മാർ ഈ താപം കൊണ്ട് നിസ്തേജസ്സുകളായി തീർന്നു, തേജസ്സില്ലാത്തവരായി തീർന്നു, ക്ഷീണിച്ചു പോയി. ആ മുഖനിശ്വാസം പുറപ്പെട്ട് മേഘങ്ങളിൽ തട്ടി വാസുകിയുടെ പുച്ഛഭാഗത്തേക്ക് വീശിയപ്പോൾ അവിടെ നിന്നിരുന്ന ദേവന്മാർക്ക് ആശ്വാസവും ശക്തിവർദ്ധനവും ഉണ്ടായി. അപ്പോൾ വാസുകിയുടെ ഈ നിശ്വാസം പുറത്തേക്ക് ചൂടായിട്ടാണ് അസുരന്മാർക്ക് അനുഭവപ്പെടുന്നത്. കാരണം അസുരന്മാരാണ് വാസുകിയുടെ തലഭാഗത്ത് നിൽക്കുന്നത്. അങ്ങനെ ആ നിശ്വാസം പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ അസുരന്മാരുടെയൊക്കെ മേല് തട്ടി ആ നിശ്വാസം പുറത്തേക്ക് വന്ന് അത് മേഘങ്ങളിൽ തട്ടിയിട്ടാണ് ഈ വാസുകിയുടെ വാൽഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ വാലിൻ്റെ ഭാഗത്ത് നിന്ന് കടഞ്ഞുകൊണ്ടിരുന്നിരുന്ന ദേവന്മാർക്ക് അത് ഒരു തണുത്ത കാറ്റായിട്ടാണ് അനുഭവപ്പെട്ടത്. അപ്പോൾ ആ തണുത്ത കാറ്റുകൊണ്ട് അവർക്ക് ആശ്വാസവും ഉണ്ടായി, അവർക്ക് ശക്തിവർദ്ധനവും ഉണ്ടായി. ആ ഹരി സ്വയം കൂർമ്മരൂപിയായി
പാൽക്കടലിൽ നിലകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മന്ദരപർവ്വതത്തിന് അധിഷ്ഠാനമായിത്തീർന്നു. ഭഗവാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സഹായിക്കാം, എൻ്റെ സഹായം കൊണ്ട് നിങ്ങൾ, എൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ പാൽക്കടലിനെ കടയുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ എൻ്റെ സഹായം, ഭഗവാന്റെ സഹായം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇനി പറയുന്നത്. ആ ഹരി സ്വയം കൂർമ്മരൂപിയായി പാൽക്കടലിൽ നിലകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മന്ദരപർവ്വതത്തിന് അധിഷ്ഠാനമായി തീർന്നു. മന്ദരപർവ്വതം എന്ന് പറയുന്നത് സമുദ്രത്തിലല്ല നിലനിൽക്കുന്നത്, അത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ രൂപത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കൂർമ്മം ആ മന്ദരപർവ്വതത്തെ വഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് സാക്ഷാൽ നാരായണൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ് അതിനെ വഹിച്ചത്. ചക്രം, ഗദ എന്നിവയെ ധരിച്ച ആ ഭഗവാൻ ദേവന്മാരിൽ ഒരുവനായും അസുരന്മാരിൽ ഒരുവനായും രൂപമെടുത്ത് ആ നാഗരാജനെ വലിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ താഴെ കൂർമ്മരൂപത്തിൽ അധിഷ്ഠാനമായിട്ട് ഇരുന്നു. എന്നിട്ട് രണ്ട് വശങ്ങളിലും ദേവന്മാരിലും അസുരന്മാരിലും ഓരോ ആളായി നിന്നുകൊണ്ട്, ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവനായിട്ട് രൂപമെടുത്തു, അസുരന്മാരുടെ കൂട്ടത്തിൽ ഒരു അസുരനായിട്ട് രൂപമെടുത്ത് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വലിച്ചുകൊണ്ടേയിരുന്നു. ദേവന്മാരുടെ ധാരണ തങ്ങളാണിത് വലിക്കുന്നത് എന്നാണ്, അസുരന്മാരുടെ ധാരണ തങ്ങളാണിത് വലിക്കുന്നത് എന്നാണ്. പക്ഷേ ഈ രണ്ട് വശത്തും നിന്നുകൊണ്ട് ഭഗവാനാണ് ഇതിനെ വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ലയോ മൈത്രേയ, ഭഗവാൻ ഒരു ബൃഹദ് രൂപനായി നിന്ന് ദേവാസുരന്മാർക്ക് കാണാത്ത രീതിയിൽ ആ ശൈലത്തെ മുകളിൽ നിന്നും താഴേക്ക് അമർത്തി നിർത്തിയിരുന്നു. അപ്പം താഴേന്നൊരു ബാലൻസ് ഉണ്ട്, താഴേന്ന് ഒരു സപ്പോർട്ട് കൊടുത്തു, രണ്ട് വശങ്ങളിൽ നിന്നും സപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് മുകളിൽ നിന്നും ഒരു ബൃഹദ് രൂപമായിട്ടുള്ള ശക്തിയോടുകൂടി മുകളിൽ നിന്നും ഇതിനെ അമർത്തി പിടിച്ചു, മുകളിലേക്ക് പോകാതിരിക്കാൻ. അപ്പോൾ മുകളിൽ നിന്ന് താഴെ നിന്ന് രണ്ട് വശങ്ങളിൽ നിന്നും ഭഗവാൻ ആ അമൃത മഥനത്തിനെ സഹായിച്ചുകൊണ്ടിരുന്നു. ആ ഹരി തൻ്റെ തേജസ് കൊണ്ട് ആ നാഗരാജൻ്റെയും ദേവന്മാരുടെയും ശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ശക്തി, താൻ ഈ രൂപങ്ങളിൽ നിന്നുകൊണ്ട് തൻ്റെ ശക്തി ഈ നാഗരാജനും, ഇതൊരു സർപ്പരാജനാണ്, അപ്പോൾ ആ സർപ്പരാജന് നല്ല രീതിയിൽ കടയാനുള്ള ശക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് ഭഗവാന്റെ ശക്തി ഉണ്ടായിരിക്കണം. അപ്പം ഭഗവാൻ ആ ശക്തി എപ്പോഴും പകർന്നു കൊടുത്തുകൊണ്ടേയിരുന്നു വാസുകിക്ക്, അതേപോലെ ദേവന്മാർക്കും പകർന്നു കൊടുത്തു. അങ്ങനെ മഥനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്രകാരം മഥിച്ചുകൊണ്ടിരുന്ന ആ പാൽക്കടലിൽ നിന്നും യജ്ഞഹവിസ്സിന് ധാമവും സുരന്മാരാൽ പൂജിക്കപ്പെടുന്നവളും ആയ സുരഭി എന്ന കാമധേനു ഉത്പന്നമായി. അപ്പം അങ്ങനെ കടഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ പാൽക്കടലിൽ നിന്നും പൊന്തി വരുന്നതാണ് കാമധേനു, സുരഭി അല്ലെങ്കിൽ സുരഭി എന്ന് പേരുള്ള പശു. അത് ആ പശു എങ്ങനെയുള്ളവളാണ്? യജ്ഞഹവിസ്സിന് ധാമവും. യജ്ഞഹവിസ് ഉണ്ടാകുന്നത് ഈ കാമധേനുവിൽ നിന്നാണ്. കാമധേനുവിൻ്റെ പാല്, തൈര് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളിൽ നിന്നും മറ്റ് കാമധേനുവിൽ നിന്നും എന്ത് വേണമെങ്കിലും പുറത്തേക്ക് വരും. ആഗ്രഹിച്ചതെന്തും സാധിക്കുന്ന ഒരു പശുവാണ് കാമധേനു. അങ്ങനെയുള്ള യജ്ഞത്തിൻ്റെ ഹവിസ്സിന് കാരണമായിട്ടുള്ള ധാമമായിട്ടുള്ള ആ കാമധേനു ഉത്പന്നമായി. അപ്പോൾ ആദ്യമായിട്ട് കാമധേനു പൊന്തി വന്നു. അപ്പോൾ ദിവ്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പശുവാണ് ഈ കാമധേനു. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു? ഇത് കണ്ടപ്പോൾ ദേവന്മാരും ദാനവന്മാരും അതീവ സന്തുഷ്ടരായിത്തീർന്നു. കുറേ നേരമായിട്ട് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പം ആദ്യമായിട്ട് ഈ കടച്ചിലിനൊരു കടച്ചിൽ എന്ന് പറയുന്ന ആ കർമ്മത്തിനൊരു ഫലം എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പം ആദ്യമായിട്ട് ഈ ധേനു പൊന്തി വന്നപ്പോൾ ഇവർ വളരെ സന്തുഷ്ടരായി തീർന്നു. ഇവർ അമൃതിന് വേണ്ടിയിട്ടാണ് കടയുന്നത്, പക്ഷേ അമൃത് അല്ല ആദ്യം വന്നത്, ഈ കാമധേനുവാണ് വന്നത്. പക്ഷെ അത് കണ്ടപ്പോൾ അവർ അതീവ സന്തുഷ്ടരായി.
അവർ രണ്ടു കൂട്ടരും ആ അമൂല്യമായ പശുവിനെ താന്താങ്ങൾക്ക് വേണം എന്ന ലോഭത്തോട് കൂടിയവരായി. ദിവ്യമായിട്ടുള്ള ഒരു പശു, ഒരു വസ്തു വന്നപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും അത്ഭുതമായി. അത് മനോഹരമായിട്ടുള്ളൊരു വസ്തുവായതുകൊണ്ട് തന്നെ അത് തങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയവരായി രണ്ട് കൂട്ടരും, ദേവന്മാരും അസുരന്മാരും. അങ്ങനെ കാമധേനു വന്നു. അടുത്തത് എന്താണ് വന്നത്? അതിനുശേഷം ആകാശത്ത് നിലകൊള്ളുന്ന സിദ്ധഗണങ്ങളാൽ എന്താണിത് എന്നുള്ള ചിന്ത നടന്നുകൊണ്ടിരിക്കവേ മതം കൊണ്ട് കറങ്ങുന്നതായുള്ള വാരുണീദേവി പ്രത്യക്ഷയായി. അപ്പോൾ ഈ കടച്ചിൽ, ഈ മഥനം കണ്ടുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സിദ്ധഗണങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടി എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിരിക്കുന്ന സമയത്ത് അടുത്ത വസ്തു പുറത്ത് പൊങ്ങി വരികയാണ് പാലാഴിയിൽ നിന്ന്. അതെന്താണ്? വാരുണീദേവി, മതം കൊണ്ട് കറങ്ങുന്നതായുള്ള കണ്ണുകളോട് കൂടിയ വാരുണീദേവി. വാരുണി ദേവി എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ, സുരയുടെ ദേവതയാണ്. എല്ലാ മദ്യങ്ങളുടെയും ദേവതയാണ് വാരുണി. അപ്പോൾ അങ്ങനെയുള്ള വാരുണീ ദേവി പ്രത്യക്ഷയായി. മഥനം തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ ജഗത്തിനെ മുഴുവൻ തൻ്റെ സുഗന്ധം കൊണ്ട് പൂരിപ്പിക്കുന്നതും ദേവസ്ത്രീകളെ ആനന്ദിപ്പിക്കുന്നതും ആയ പാരിജാതം എന്ന കൽപ്പവൃക്ഷം ആവിർഭവിച്ചു. അടുത്തത് പൊങ്ങി വരികയാണ്. അടുത്തത് വന്നതാണ് കൽപ്പവൃക്ഷം, പാരിജാതം. കൽപ്പവൃക്ഷമാണത്. ദേവന്മാരുടെ കൽപ്പവൃക്ഷം. അത് ദേവന്മാർക്ക് കൊടുക്കുന്നതാണ്. അത് പൊന്തി വന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? ജഗത്തിനെ മുഴുവൻ തൻ്റെ സുഗന്ധം കൊണ്ട് പൂരിപ്പിക്കുന്നതാണത്. മനോഹരമായിട്ടുള്ള സുഗന്ധത്തോടു കൂടിയതാണ് ഈ വൃക്ഷം. ദേവസ്ത്രീകളെ ആനന്ദിപ്പിക്കുന്നതും ആണ്. തൻ്റെ സുഗന്ധം കൊണ്ട് എല്ലാ സ്ഥലത്തും ആനന്ദം കൊടുക്കുന്ന ആണ് ഈ വൃക്ഷം. അങ്ങനെയുള്ള വൃക്ഷം ആവിർഭവിച്ചു. അല്ലയോ മൈത്രേയ, അനന്തരം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ പാൽക്കടലിൽ നിന്ന് രൂപം, ഉദാരത, ഗുണം തുടങ്ങിയവയോടുകൂടിയ അനേകം അപ്സരഗണങ്ങൾ ഉത്പന്നരായി. കടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോന്നായിട്ട് പൊന്തി വരുന്നു. ഇപ്പം കടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടുത്തത് എന്താണ് വന്നത്? അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അനവധി അപ്സരഗണങ്ങൾ, അതിസുന്ദരിമാരായിട്ടുള്ളവർ, ഉദാരതാ ഗുണം, രൂപം, ഉദാരതാ ഗുണം തുടങ്ങിയവയോട് കൂടിയിട്ട്, രൂപം എന്ന് പറഞ്ഞാൽ അതീവ രൂപസൗന്ദര്യത്തോടു കൂടിയത്, ഉദാര ആയിട്ടുള്ള മനസ്സോടു കൂടിയത്, ഗുണത്തോടു കൂടിയിട്ടുള്ള സ്വഭാവവും ചിത്തവൃത്തികളോടും കൂടിയത്, ഉത്തമകളായിട്ടുള്ള അപ്സര സ്ത്രീകൾ ആണ് അടുത്തതായിട്ട് പൊന്തി വന്നത്. അനന്തരം അതിൽ നിന്നും ശീതാംശുവായ ചന്ദ്രൻ ഉൽപ്പന്നനായി. അതിനെ മഹേശ്വരൻ സ്വന്തമാക്കി. അതിനുശേഷം ആ ക്ഷീരസാഗരത്തിൽ നിന്നും വിഷം ഉണ്ടായി. ഇപ്പോൾ വിഷം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആദ്യം ഉണ്ടായത് ചന്ദ്രൻ, അപ്സരസ്സുകൾ ഉണ്ടായി. അതിനുശേഷം ചന്ദ്രൻ അതിൽ നിന്നും പൊന്തി വന്നു. ആ ചന്ദ്രനെ മഹേശ്വരൻ, ശിവൻ സ്വന്തമാക്കി. ശിവൻ തൻ്റെ ജടയിൽ ചൂടി. തുടർന്ന് അതിൽ നിന്നും ഉണ്ടായതാണ് വിഷം. വിഷം ഇങ്ങനെ പൊന്തി വന്നു. അതിനെ നാഗങ്ങളും സ്വന്തമാക്കി. അതിനെ പ്രപഞ്ചത്തിലുള്ള നാഗങ്ങൾക്ക് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അങ്ങനെ നാഗങ്ങളൊക്കെ ഈ വിഷം ഉള്ളവരായി തീർന്നു. ഇവിടെ ഈ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. നാഗങ്ങൾ, ഈ വിഷം എന്ന് പറയുന്നത് നാഗങ്ങൾ സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ ശ്രീധരസ്വാമി, ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള ശ്രീധരസ്വാമി ഒരു ചെറിയൊരു പാഠഭേദത്തോടു കൂടിയിട്ടാണ് അത് പറയുന്നത്. ആദ്യം വിഷം എന്ന് പറയുന്നത് പൊന്തി വന്നപ്പോൾ ആദ്യം അതിനെ ശിവൻ സ്വന്തമാക്കി. നമ്മൾ പ്രശസ്തമായിട്ട് പ്രസിദ്ധമായിട്ടുള്ള കഥ എന്ന് പറയുന്നത് വിഷത്തെ ശിവൻ കഴിച്ചു എന്നുള്ളതാണ്. പക്ഷെ വിഷ്ണു പുരാണത്തിൽ മൂലഗ്രന്ഥത്തിൽ പറയുന്നത് ഈ വിഷത്തെ
സർപ്പങ്ങൾ, ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സർപ്പങ്ങൾ, നാഗങ്ങൾ സ്വന്തമാക്കി എന്നാണ്. പക്ഷെ ശ്രീധരസ്വാമി പറയുന്നത് ആദ്യം ശിവൻ ആണ് ആ വിഷത്തെ സ്വന്തമാക്കിയത്, വിഷം കഴിച്ചു. അതിൻ്റെ ശേഷമുള്ളത് സർപ്പങ്ങൾക്കും നാഗങ്ങൾക്കുമൊക്കെ വീതിച്ചു കൊടുത്തു എന്നാണ് ശ്രീധരസ്വാമി തൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അദ്ദേഹം ഒരു ശ്ലോകം കൂടെ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: പ്രസന്നം പിബതഃ പാണേര്യത് കിഞ്ചിത് ജഗൃഹുസ്മതത് വൃശ്ചികാഹി വിഷൗഷധ്യോ ദന്തശൂകാശ്ച യേ പരേ. അതായത് ആദ്യം തന്നെ വിഷം പൊന്തി വന്നപ്പോൾ അത് ശിവൻ തൻ്റെ കൈകളിലാക്കിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത് സേവിച്ചു. അങ്ങനെ ആ സേവിച്ച ശിവൻ്റെ കയ്യിൽ നിന്നും വീണ ബാക്കിയുള്ള വിഷം എന്ന് പറയുന്നത് ചില ജീവികൾക്ക് ചില ജീവികൾ എടുത്തു. വൃശ്ചികം, അഹി, വിഷം, ഓഷധികൾ, ദന്തശൂകങ്ങൾ, ഇങ്ങനെ ഗണങ്ങളാണ് അതെടുത്തത്. വൃശ്ചികം തേള്, നാഗങ്ങൾ, പിന്നെ ഓഷധികൾ. ഓഷധികൾ എന്ന് പറഞ്ഞാൽ മരങ്ങൾ, സസ്യലതാദികൾ, പിന്നെ സർപ്പങ്ങൾ. നാഗങ്ങൾ, സർപ്പങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഗണങ്ങളാണ്. അപ്പോൾ തേളുകൾ, നാഗങ്ങൾ, സസ്യങ്ങൾ, മരങ്ങൾ തുടങ്ങിയവ, പിന്നെ സർപ്പങ്ങൾ. ഇങ്ങനെ 4 പേർക്കായിട്ട്, 4 ഗണങ്ങൾക്കായിട്ട് ആണ് ശിവൻ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള വിഷം കൊടുത്തത്. അല്ലെങ്കിൽ ശിവൻ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള വിഷം ഈ 4 ഗണങ്ങളിൽപ്പെട്ട ആളുകളാണ് സ്വന്തമാക്കിയത്. ഇത് ശ്രീധരസ്വാമികളുടെ വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്.